ഇവനെപ്പോലെ ഒരുത്തം വീട്ടിലുണ്ടെങ്കിലുണ്ടോ മനുഷ്യ ജീവിതത്തിൽ ഒരു സമാധാനം ഉണ്ടാവും. എടാ മനുഷ്യത്തിന് സമാധാനം തരൂ. നീ എന്താണ് ഈ പട്ടി കാരണം പോലെ പാട്ട് പാടണം? എന്താ ഇത്? ബാക്കിയുള്ളവർക്ക് സമാധാനം വേണ്ടേ? ഒന്ന് മര്യാദയ്ക്ക് ജീവിക്കട്ടെ ഇവിടെ. അപ്പൊ ചുമ്മാ സീനാക്കാതെ പോയാപ്പാ. എന്തിനാ സീന? അപ്പൊ എന്റെ പൊന്നപ്പ അന്ന് പോയപ്പോ വെറുതെ സീനാക്കാണ്ട് തന്ത വൈബ് കളിക്കാൻ. എന്താ പറഞ്ഞ തന്തയാ? എന്റെ പൊന്നപ്പ രാവിലെ തന്നെ ക്രിയേറ്റീവ് ആയിട്ട് എന്തെങ്കിലും ചെയ്യാന്ന് വെറുതെ ഇടങ്കോലിടാൻ തന്ത വൈബ്. अच्छा चलता हूँ दुआओं में याद रखना. ചമ്മന്തി ആയിട്ട് കഴിക്കാൻ നീ. എന്ത് ചമ്മന്തി? എന്താ പറ്റിയേ? ഞാൻ ആലോചിക്കുന്നേ എന്തിനാ ഇങ്ങനെ ജീവിക്കുന്നത്? ഇതല്ലേ വലിയ വലിയ ആൾക്കാരായിട്ട് വർഷങ്ങളായിട്ട് ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന കാര്യം. ബുദ്ധനും ഇതൊക്കെ തന്നെയാണ് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്, എന്തിനാ ജീവിക്കുന്നതെന്ന്. ഇതിപ്പോ ഒരു പുതിയ ചിന്തയായിപ്പോയി. അവരെ എന്തിനാ ജീവിക്കുന്നതെന്നാ ഞാൻ പറയുന്നത്. അതല്ല പിന്നെ എന്തിനാ ഇങ്ങനെ ജീവിക്കുന്നത്? എൻ്റെ മനുഷ്യ, ഒന്നെങ്കിൽ നിങ്ങൾ ഈ ദോശ തിന്ന, അല്ലെ കാര്യം പറ. ഇതൊരു ചുമ്മാതെ കിന്നിരിക്കാൻ വന്നേക്കുന്ന ഈ ചൂടത്ത് കിടന്നുകൊണ്ട് പൊരുത്തപ്പെടാനാവുന്നില്ല. എന്നോടാണോ? അല്ല, അതിന് നേരത്തെ ആവുന്നില്ല. നമ്മുടെ മക്കളോട് ഇവിടെ പൊരുത്തപ്പെടാനാവുന്നില്ല. എൻ്റെ ഭാഷ പ്രശ്നം, എൻ്റെ സബ്ജക്റ്റ് പ്രശ്നം, എൻ്റെ ടൈമിംഗ് പ്രശ്നം. ഇപ്പം തന്നെ ഞാൻ സീൻ കളിക്കാം. സീന? സീൻ എന്നതാ? നമ്മുടെ ഇളയ സന്തതി ഉണ്ടല്ലോ, അവൻ അവിടെ കിടന്ന് പാട്ടെന്ന് പറഞ്ഞ കാറുക. ഞാൻ അവനോട് പറഞ്ഞേ മനുഷ്യന്മാർക്കൊരു മനസ്സമാനം അവന് പതുക്കെ പാടാൻ പറഞ്ഞേനെ. അവൻ്റെ തന്തയ്ക്ക് വിളിച്ചിടി. തന്തയ്ക്കോ? നിങ്ങളുടെയോ? പിന്നെ നിങ്ങൾ അത് കേട്ടോണ്ട് ഇങ്ങോട്ട് പോന്ന് അപ്പഴേ കൊടുക്കട്ടെ മനുഷ്യ. കാരണക്കൂടി നോക്കി പറഞ്ഞവനിട്ട്. ഓ പിന്നെ വേണം മനുഷ്യ, നിങ്ങളെ നമുക്ക് ഒന്നേ ഉള്ളെങ്കിലും ഒലയ്ക്ക് കടിച്ചു വളർത്തണം. ഞാൻ കാണിച്ചു തരാം എന്നാ കാണിക്കേണ്ടതെന്നുള്ളത്. എന്നാ പോയി അടിക്ക്. അതിപ്പോ നിങ്ങൾ ഇവിടെ ഒലക്കയില്ലെന്ന് അറിഞ്ഞോണ്ടൊരു വർത്താനല്ലേ പറഞ്ഞത്. അത് വേണ്ട. ഒലക്കുണ്ടായിരുന്നെങ്കിൽ നീ ഇപ്പൊ പോയി അടിച്ചേനെ. ഇടി അതാടി അച്ഛനും അമ്മയാണെന്ന് പറഞ്ഞാലേ അതങ്ങനെ. അമ്മ കഴിക്കാൻ എന്തെങ്കിലും എടുത്ത് വയ്ക്കി. എന്നും ദോശ തന്നെയാണോ? ചമ്മന്തിയാ? എന്തൊരാണോ വിഷമിച്ചേക്കണ? ഹലോ, അച്ഛൻ വല്ല കോമഡി പറഞ്ഞ? ഇനിയിപ്പൊ ഞാൻ അങ്ങനെ മണ്ടയ്ക്ക് കയറി. എടാ മാനസികമായിട്ട് തളർന്നിരിക്കോടാ അച്ഛൻ. മാനസികമായിട്ടോ? മാനസികമായിട്ട്. എന്നാൽ ഞാനൊരു ഹോമിയോ ഗുളിക വരട്ടെ? എടാ അച്ഛൻ ഒന്നാമത് മാനസികമായി തളർന്നിരിക്കുമ്പോഴാണ് നിന്റെ ഇവിടുത്തെ വർത്താനം പറയുന്നത്. അതിനെന്തിനിങ്ങനെ ഗോഷ്ടി കാണിക്കണം? എന്തിനാ? കാര്യം പറഞ്ഞാ പോരെ? എടാ നിന്റെ ഒരു അനിയനുണ്ടല്ലോ ആകാശ്, അവൻ ആ മുറി കിടന്ന് കാന്ന് കാല് പൊളിക്കുമായിരുന്നു. അച്ഛൻ ഒന്ന് പോയി ചോദിച്ചാ എന്നതാടാ നീ കാണുന്നെന്ന്. എടാ അവൻ അപ്പൊ അച്ഛനെ തന്തയ്ക്ക് വിളിച്ചടാ. അച്ഛനെ തന്തയ്ക്ക് വിളിച്ച കാര്യ പറഞ്ഞത്. ആണോ? അതേടാ എന്റെ തന്തയ്ക്ക് വിളിച്ചു. അവനവിടെ അച്ഛനല്ല, നമുക്ക് ചോദിക്കണ്ടേ? ചോദിക്കണ്ട അച്ഛാ? അച്ഛന്റെ തന്തയ്ക്ക് വിളിച്ചാ? ഒരു മോനെ തല്ലാനായിട്ട് മറ്റൊരു മോനെ പറഞ്ഞിടാന്ന് പറഞ്ഞാൽ അച്ഛനമ്മനെ സംബന്ധിച്ച് അതൊരു പാപ്പരത്തല്ലടാ. അത്ര പാപ്പരത്തൊന്നും വേണ്ട. അവൻ രണ്ടു കുറവുണ്ട്. നീ പോയിട്ടാ സ്ട്രോങ് ആയിട്ടത്. ഞാൻ പോയി ചോദിച്ചിട്ട് വരാം. ചോദിക്കാം. ഒരു കൊട്ടേഷൻ ഉണ്ട്. ഒരുത്തൻ്റെ കരണക്കുറ്റി അടിച്ച് പൊളിക്കണം. 100 രൂപ വരും. 100 രൂപ? അതിനുള്ള ആളുള്ളൂ. ആളാരാ? ആളെ വീട്ടിൽ തന്നെ ഉള്ള അച്ഛനാ? അച്ഛന് 100 രൂപയുടെ ആവശ്യമുള്ളടാ. എടാ ആകാശ് കൊച്ചിറക്കനാ? അവൻ എന്ത് ചെയ്ത്? അച്ഛൻ്റെ തന്തയ്ക്ക് വിളിച്ചടാ. അച്ഛൻ്റെയാ? തന്തയ്ക്കാ? എടാ ഇന്നും നേരം പുലർന്നപ്പോ ഈ വീട്ടിൽ ഭയങ്കര ഒച്ച.
അച്ഛൻ എന്താ കാര്യം എന്ന് ചെന്ന് നോക്കാൻ പോയപ്പോ ഇപ്പൊ അലറി കീറാ പാട്ടെന്നുള്ള പേരില്. അച്ഛൻ ചെന്ന് പറഞ്ഞു, മോനെ കുറച്ച് സൗണ്ട് കുറയ്ക്കടാ. ഇവനന്ന് നിന്ന നിപ്പില് അച്ഛന്റെ തന്തയ്ക്ക് വിളി പൂരത്തെറി. നീ കേട്ടാ? അല്ല, ഞാൻ കേട്ടില്ല, പക്ഷെ അച്ഛൻ കേട്ടു. ഉള്ളതാണോടെ? എനിക്കതിന് വിശ്വാസമില്ലേ? അവൻ അച്ഛൻ്റെ അടുത്ത് ചോദിച്ചോക്കടാ. അങ്ങനെ ആണെങ്കിൽ അവൻ തീർന്നു. ആ എന്താ അച്ഛാ ഇവിടെ പ്രശ്നം? അങ്ങോട്ട് മാറിയിട്ടാ. അന്ന് എന്തും മുഴുകാണ്ട് എന്താ കാര്യം നോക്കണം. അച്ഛാ കാര്യം എന്താന്ന്? എന്റെ മനുഷ്യൻ വാദം കാര്യം ഇങ്ങോട്ട് പറ. എന്തൊരു കഷ്ടമാണ് ദൈവമേ. ഈ അച്ഛന്റെ മുഖത്തോട്ട് നോക്കിയേ, അവിടെ തകർന്ന് നിക്കണ മനുഷ്യൻ. അരവിന്ദ, ആ നീ പറഞ്ഞ എനിക്ക് മനസ്സിലായി. 1 രൂപ എനിക്ക് ഫീസ് തരണ്ട. ഇന്ന് അവന്റെ കർണക്കുറ്റി അടിക്കാൻ അല്ല, അച്ഛനൊരെണ്ണം പൊട്ടിക്കാൻ പേരുന്ന അവന്റെ മുഖത്ത് നോക്കി. എടാ, നീ എന്താ പറയണേ? എടാ, അച്ഛന്റെ സ്വന്തം തന്തയ്ക്ക വിളിയായിട്ടാണ്. പിന്നെ അച്ഛന് വോയിസ് ഉണ്ട് വീട്ടില്. എടാ, അച്ഛന് വോയിസ് അല്ലേ വീട്ടില്? വോയിസ്ലെസ് ഡാഡ്. യെസ്, പൂർ വോയിസ്ലെസ് ഡാഡ്. മനുഷ്യ എടാ, നീ അങ്ങോട്ട് ചെന്നിട്ട് അവന്റെ കർണക്കുറ്റി ഒറ്റ കൊടുക്ക്. ഇങ്ങോട്ട് വെക്കേ വണ്ട് കൊടുക്കണം, വണ്ട് കൊടുക്കണം. എന്നിട്ട് അവന്റെ ആ ഗിത്താർ ഇങ്ങോട്ട് വലിച്ചിട്ട് അവന്റെ കമ്പി ഇങ്ങോട്ട് വലിച്ച് പുറത്തെടുത്തിട്ട് അവന്റെ വായോട് കൊടുക്കുക. അതൊന്നും വേണ്ട. ഡൗൺ ആക്കല്ല ഡാഡി. അതെ, അച്ഛന്റെ തന്താന്ന് പറഞ്ഞാ ഞങ്ങളുടെ അപ്പൂപ്പന. ചെല്ലടാ, ഞങ്ങളിത് വെറുതെ ഇവിടെ ഞങ്ങൾ ഉദ്ദേശിച്ചിട്ടില്ല. എടാ ചെല്ലടാ, ചെല്ല് ചെല്ല്. കാണണമെന്നുണ്ടെങ്കിൽ വാ. വാ മനുഷ്യൻ, ഇങ്ങോട്ട് പോ മനുഷ്യൻ, ഇങ്ങോട്ട് വരാനോട്ട്. മനം വട്ടും മഞ്ഞിൽ മാനം നിർത്തടാ. വീണ വായന നിർത്തിയിട്ട് ചോദിക്കണേ ഉത്തരം പറയടാ. ഞാൻ ചോദ്യം ചോദിച്ചില്ലല്ലോ. എന്താ നീ അച്ഛൻ തന്തയ്ക്ക് വിളിച്ചോ? തന്നക്കാ വിളിച്ചോ അച്ഛാ? വിളിച്ചു. അവനോടെ ശബ്ദം കുറച്ച് പാട്ട് പാടാൻ പറഞ്ഞേ അവൻ എന്റെ തന്തയ്ക്ക് വിളിച്ചു. അതാണ് അത്. തന്തയ്ക്ക് വിളിച്ചല്ലല്ലോ, തന്ത വൈബ് എന്ന് പറഞ്ഞല്ലേ. തന്ത വൈഫോ? അപ്പൊ നീ തള്ളക്കാണോ പറഞ്ഞത്? ഇവനുള്ള കൊട്ടേഷൻ നിങ്ങളാരും കൊടുക്കണ്ട, ഞാൻ തന്നെ കൊടുത്തോളാം. ഒരു ഒറ്റ ഒന്നും വെച്ചു. നിങ്ങൾ വെറുതെ സീനാകാതെ ഇറങ്ങി പോയേ. കേട്ടാ കേട്ടാ, ഇതവൻ എന്നോട് പറഞ്ഞാണ്. എന്ത് വർത്തമാണ് നീ പറയണത്? ഞാൻ ചോദിക്കല്ലേ, നീ പറഞ്ഞോടാ. അത് എന്നെ ഉപദേശിക്കാൻ വന്നപ്പോ ഞാൻ വെറുതെ ട്രോൾ ചെയ്താണ്. ട്രോൾ ചെയ്താ? നിനക്കങ്ങനെ ട്രോളാനുള്ളതാണ് അച്ഛൻ? എന്റെ പൊന്നെണ്ണ, അത് ഞങ്ങ കൊളോക്കില് യൂസ് ചെയ്യണ ലാംഗ്വേജ് അല്ലേ. കമ്മി കൊങ്ങി പഠിപ്പി വസന്തം എന്നൊക്കെ പറയണ പോലെ നൈസായിട്ട് ഉപദേശിക്കാൻ പറ്റുന്ന പോലെ തന്ന വൈബ് എന്ന് പറയും. പറഞ്ഞത് പറഞ്ഞു. മേലായി വീട്ടിൽ ഇമാതിരി വല്ല സൗണ്ട് നിന്റെ ഉണ്ടാക്കിന്ന് വന്നോ? കാലവാരിയാൻ ഭിത്തിയാലടിക്കുന്നേ. ചുമ്മാ പട്ടിച്ചോർക്കാണ് പോടാ. ഏത് പട്ടിയോ ഷോ ഇത്? അടിക്കോ ഇറങ്ങടാ എന്റെ റൂമിൽ നിന്ന്. എല്ലാം ഇറങ്ങിക്കോ. നീ ഇവിടെ കിടന്ന് ഷോ കാണിച്ചാണ്ടല്ല എന്റെ സ്വഭാവം മാറും. ഇറങ്ങി പോ. തണുക്കട്ടെ തണുക്കട്ടെ. തലക്കെടുത്ത് കുമ്പള പന്നി പേടിച്ചല്ലേ? എന്ത് നീ പേടിച്ചല്ലേ എന്ന്? നീ പേടിച്ചില്ലേ? അല്ല, അപ്പം നിന്റെ വർത്താനൊക്കെ കേട്ടപ്പോ ഞാൻ വിചാരിച്ചു നീ ഇപ്പൊ അവനങ്ങ് തീർത്തളയൊന്ന്. നീയൊക്കെ എന്തിനാടാ ഈ മസിലും പെരുപ്പിച്ചു നടക്കുന്നത്? വെറുതെ എന്നെയും കൂടെ നാണം കെടുത്തി. അവൻ 2 ഒച്ച ഇട്ടപ്പോ നീ അങ്ങ് തീർന്ന്. എന്റെ പൊന്നമ്മ, വാക്കാണ് ശക്തി. അതിന് മുന്നേ ഫിസിക്കൊന്നും അല്ല. എന്നാ പിന്നെ നിങ്ങൾക്ക് ജിമ്മിൽ പോണ നേരം കൊണ്ട് വല്ല തെറി ക്ലാസ്സിലും പോകാൻ പാടില്ല. തെറി വിളിപ്പിക്കില്ല എന്നെ കൊണ്ട്. നീ കൂടുതൽ വർത്താൻ പറയാം. നീ പേടിച്ച് ഞാൻ പേടിച്ചു. എടാ നീ ഇല്ലേ അങ്ങോട്ട് വാ. ദോശയും ചോദിച്ചു മുട്ടയുടെ വെള്ളം ചോദിച്ചു നീ കടക്കിലോട്ട് വാ. വെച്ചിട്ടുണ്ട് ഞാൻ. വരാം. അച്ഛാ, അപ്പന ടൈം ആയേക്കാം. ഞാനൊരു ഹോമിയോ ഗുളിക വരട്ടെ. എഫക്റ്റീവ് ആണ്. വേണ്ടെങ്കിൽ വേണ്ട. ഞാൻ പോവാ. അതെ, 2 നിർത്തണമായിരുന്നു. നമ്മുടെ നിൽക്കിട്ട് ഒരു കാര്യമില്ല. ഞാൻ പുറത്തോട്ട് പോകാം.